എന്തിപ്പോൾ പറയണ്ടി? അല്ല, അത് എന്താ, അതിന് സമയം കഴിഞ്ഞപ്പോൾ അത് നിർത്തിവെച്ചു. അടുത്ത ദിവസത്തിൽ ഏകദേശം ഒരാഴ്ചനുള്ളിലോ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിലോ രണ്ടാമത് മുഷാവറ വിളിക്കാൻ തീരുമാനിച്ചു. ഇന്ന് ചർച്ച തുടങ്ങിയിട്ടുള്ളൂ. അത് അതിലേക്ക് എത്തിയ മുഴുവൻ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അപ്പം നിങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ പല പരാതികളും വന്നിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞല്ലോ. അപ്പം നിങ്ങൾക്ക് അറിയാലോ പല പരാതിയും വന്നിട്ടുണ്ട്. രണ്ട് ഭാഗത്തുനിന്നുള്ള അതന്നെ, അതായിരിക്കും നിങ്ങൾ ചോദിച്ചല്ലോ. ഇപ്പോൾ നിങ്ങൾ ഏത് പരാതി എന്ന് ചോദിച്ചത്, ആ പരാതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പ്രധാനപ്പെട്ട പരാതി ഉണ്ടായിരുന്നത് അല്ല, അതിൽ പല പരാതികളുണ്ട്. അത് ഞാൻ അടുത്ത് പറയണല്ലോ. അപ്പം അന്ന് പറയാതെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ കോഴിക്കോട് വെച്ചിട്ട് നളന്തയിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. എല്ലാം അതിൽ പെട്ട് എല്ലാത്തിനെ സംബന്ധിച്ചും ഉള്ള പരാതികളുണ്ട്. ആ പരാതികൾ വിശദമായി അടുത്ത് അതിന് മാത്രം സംഘടിപ്പിക്കുന്ന ഒരു മുഷാവറയിൽ ചർച്ച ചെയ്യും. എല്ലാം പറഞ്ഞല്ലോ ഇപ്പോൾ നിങ്ങളോട്. മിനി ഇങ്ങനെ പറഞ്ഞ് ചോദിക്കണം. കഴിഞ്ഞ ദിവസം ഇപ്പം പറഞ്ഞില്ലേ, അതിന് മറുപടി കഴിഞ്ഞു. അത് കഴിഞ്ഞു. പിന്നെ അതിന് അടുത്ത് നമുക്ക് ഇത് ഉണ്ടാവും. 15 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ ഉണ്ടാവും. അന്ന് അതിന് മറുപടി പറയും. പ്രധാന തീരുമാനം 1991 സെപ്റ്റംബർ 18 രാജ്യത്തിൽ നിലനിന്ന ആരാധനാലയ സംരക്ഷണ നിയമം സംരക്ഷിക്കപ്പെടണം. അതിന് സമസ്തകളുടെ ജമിയത്തുൽ ഉലമ സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. അതാണ് ഒന്ന്. പിന്നെ അങ്ങനൊന്നും എല്ലാം നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നിങ്ങളോട് ഇരുത്താലോ. നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞല്ലോ. അതൊക്കെ നീ പെട്ടതാണ്. അതൊക്കെ ഞങ്ങൾ പിന്നെ പറയുമെന്ന് പറഞ്ഞല്ലോ. സുപ്രഭാതത്തിൽ വന്ന പരസ്യങ്ങളടക്കമുള്ളത് ചർച്ചയ്ക്ക് വിധേയമാക്കും. അടുത്ത 10 ദിവസമോ അല്ലെങ്കിൽ ഒരു വട്ടം പറഞ്ഞില്ല നിങ്ങളോട്. പിന്നെ തീയതി തീരുമാനിച്ചിട്ടില്ല. മലപ്പുറത്ത് സമവായ ചർച്ചയിൽ ഒരു കൂട്ടർ പങ്കെടുത്തു, മറ്റൊരു കൂട്ടർ പങ്കെടുത്തില്ല. അതൊന്ന് മലപ്പുറത്ത് പറഞ്ഞല്ലോ. അത് വീണ്ടും തുടരുന്നത് നിർത്തി വെച്ചിട്ടില്ല എന്നല്ലേ. അത് പിന്നെ അടുത്ത് നടത്തുന്നല്ലേ പറഞ്ഞത്. അല്ല, അതൊക്കെ നമ്മൾ അതിൻ്റെ ഒരു നല്ല നിൽക്കാനെല്ലാം തീരുമാനിക്കുന്നു അന്ന് അവിടുന്ന് പറഞ്ഞല്ലോ ഞാൻ. പിന്നെന്താ ചോദിക്കണം. ഇല്ല, ഭിന്നത ഇല്ലാന്ന് ഞാൻ അന്നോളും പറഞ്ഞല്ലോ. ഒന്നും പറഞ്ഞല്ലോ ഭിന്നത ഇല്ലാന്ന്. പിന്നെന്താ? ഇനിയും ഇത്തരം സമാന്തര യോഗങ്ങൾ ഇനിയും നടത്താൻ പറ്റുമോ? നല്ല തീരുമാനമുണ്ടോ? അല്ല, അതിനെ പറ്റിയുള്ള തീരുമാനമല്ലേ ഞങ്ങളോട് പറഞ്ഞത്. സമാന്തരമോ അല്ല എന്തോ ആവട്ടെ, ആ വിഷയത്തിനെ സംബന്ധിച്ച് അടുത്ത 15 ദിവസത്തിൻ്റെ 10 ദിവസത്തിനുള്ളിൽ രണ്ടാമത് മുഷാവറയെന്ന് തീരുമാനിക്കുന്നു. ഇപ്പോൾ ഒരു തീരുമാനം ഇതാണ്. 1998 ആരാധന നിയമ 91 ആരാധന നിയമങ്ങളോട് ബന്ധപ്പെട്ട നിയമങ്ങളുണ്ടല്ലോ, അത് നിലനിർത്തണം. അതാണ് ഒരു തീരുമാനം. വേറെ തീരുമാനം എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊന്ന് കൈത്താക്ക് ഫണ്ട് വിജയിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് പിന്നെ CIC പ്രശ്നം. അത് പിന്നെ മധ്യസ്ഥന്മാരെടുത്ത 9 തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ അവർ അംഗീകരിക്കണം. ഒന്ന്, അത് അംഗീകരിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലും മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഹക്കീം ഫൈസിയെ രണ്ടാമത്തെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലും ആയിക്കൊണ്ട് ആദ്യമുള്ള തീരുമാനം അത് രണ്ടാമത് പിന്നെ ആവർത്തിക്കണം. ഹക്കീം ഫൈസി നേതൃത്വം നൽകുന്ന CIC അല്ലെങ്കിൽ അദ്ദേഹം ഭാഗമാക്കാവുന്ന വിദ്യാഭ്യാസ സംവിധാനമായിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് യാതൊരു ബന്ധമില്ല. അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. പിന്നെ ഇപ്പോൾ തീരുമാനിച്ചതാണ്. മുനമ്പം വിഷയത്തിൽ അത് അതിൻ്റെ ആധാരങ്ങൾ ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്. അതിൻ്റെ ആധാരത്തിൽ ഇതൊരു മതപരമായ ഒരു വിധിയായതുകൊണ്ട് അതിന് ആധാരത്തിലുള്ള ചില സംശയങ്ങളുണ്ട്. മനസ്സിലായോ? അത് ആ വഖഫ് സാധൂകരിക്കപ്പെടാൻ പറ്റണയും അല്ലാതെയാവുന്ന ചില കാര്യങ്ങൾ അതിന് വായിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒന്നും കൂടി പഠനം നടത്തിയിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം പറയും.